നമസ്കാരം. ഇസ്ലാമിലെ വളരെ കൗതുകകരവും അതേസമയം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ളതുമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതാണ് മൂത്ത വിവാഹം, അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിവാഹബന്ധം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു കല്യാണം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു 99 വർഷത്തേക്കുള്ള ഒരു കരാറ്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നില്ലേ? അതെ, മൂത്ത വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഈ കാലാവധിയിലെ വൈവിധ്യം തന്നെയാണ്. അപ്പോ എന്താണ് ഈ നികാഹ് മുഅ്ത? മുഅ്ത എന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ ആനന്ദം എന്നാണ്. അതുകൊണ്ട് ഇതിനെ പലപ്പോഴും ആനന്ദത്തിനായുള്ള വിവാഹം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു നിശ്ചിത കാലയളവിലേക്കും മുൻകൂട്ടി നിശ്ചയിച്ചൊരു പ്രതിഫലത്തിനും വേണ്ടിയുള്ള ഒരു താൽക്കാലിക വിവാഹ കരാറാണിത്. ശരി, അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏതൊരു കരാറിനെയും പോലെ തന്നെ മുഅ്ത വിവാഹത്തിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ഈ ബന്ധം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമാണ്. എന്തൊക്കെയാണവ എന്ന് നോക്കാം. അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ് ഒരു മുത്ത കരാറിന് വേണ്ടത്. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനം, കാലാവധിയാണ്. ഈ ബന്ധം എത്ര കാലത്തേക്കാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. അതൊരു ദിവസമോ ഒരാഴ്ചയോ 10 വർഷമോ എന്തുമാകാം. രണ്ടാമതായി, മഹർ, അതായത് ഭാര്യയ്ക്ക് നൽകുന്ന പ്രതിഫലം. അതും മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. പിന്നെ ഏതൊരു വിവാഹത്തിലെയും പോലെ ഒരു വാഗ്ദാനവും അത് സ്വീകരിക്കലും, അതായത് ഇജാബ് ഓ ഖബൂൽ, ഇവിടെയും വേണം. ഇനി ഇതിൽ ഏറ്റവും നിർണായകമായൊരു കാര്യം പറയാം. ഈ കരാറിൽ കാലാവധി പറയാൻ വിട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അപ്പോൾ അത് നിയമപരമായി ഒരു സ്ഥിരം വിവാഹമായി മാറും. അത്രത്തോളം പ്രാധാന്യമാണ് ഈ കരാറിൽ സമയപരിധിക്കുള്ളത്. ശരി, ഇങ്ങനെയൊരു കരാറുണ്ടെങ്കിൽ പിന്നെന്താണ് ഇത്രയധികം വിവാദങ്ങൾ? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇസ്ലാമിലെ തന്നെ 2 പ്രധാന വിഭാഗങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ പ്രധാന ഭിന്നത ഷിയ സുന്നി വിഭാഗങ്ങൾക്കിടയിലാണ്. ഒരു ഭാഗത്ത് ഷിയ മുസ്ലിങ്ങൾ പറയുന്നത് ഇത് പ്രവാചകൻ അനുവദിച്ചതാണെന്നും ഖുർആനിനിതിന് അടിസ്ഥാനമുണ്ടെന്നും അത് പിന്നീട് നിരോധിച്ചിട്ടില്ലെന്നുമാണ്. എന്നാൽ മറുഭാഗത്ത് സുന്നി മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് നേരെ മറിച്ചാണ്. അവരുടെ വാദമനുസരിച്ച് ഇങ്ങനെയൊരു രീതി മുൻപുണ്ടായിരുന്നു, പക്ഷേ പ്രവാചകൻ തന്നെ അത് പിന്നീട് എന്നേക്കുമായി നിരോധിച്ചു. അതുകൊണ്ടുതന്നെ സുന്നി നിയമപ്രകാരം മൂത്ത വിവാഹം അനുവദനീയമല്ല. ഈ മതപരമായ സംവാദങ്ങൾ ഒരു നിമിഷം നമുക്ക് മാറ്റിവെക്കാം. പ്രായോഗികമായി ഈ ബന്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദമ്പതികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ കുട്ടികളുണ്ടായാലോ? ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു സ്ഥിരം വിവാഹത്തിൽ നിന്ന് മൂത്തയെ വ്യത്യസ്തമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കാലാവധി തീരുമ്പോൾ ഈ ബന്ധം തനിയെ അവസാനിക്കും. വിവാഹമോചനത്തിന്റെ ആവശ്യമില്ല. സാധാരണയായി ഭാര്യയ്ക്ക് ഭർത്താവിന്റെയോ ഭർത്താവിന് ഭാര്യയുടെയോ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാകില്ല. അതുപോലെ ഭാര്യയുടെ ചിലവുകൾ നോക്കേണ്ട ബാധ്യതയും ഭർത്താവിനില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ വ്യവസ്ഥകളൊക്കെ വേണമെങ്കിൽ കരാറിൽ എഴുതി ചേർത്ത് മാറ്റാവുന്നതാണ്. എന്നാൽ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായ നിയമസാധുതയുണ്ടായിരിക്കും. അവർക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്വത്തിൽ എല്ലാവിധ അനന്തരാവകാശത്തിനും അർഹതയുണ്ടായിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. ഇതൊക്കെ പുരാതനമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ രീതി ഇന്നും നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അതെ, മുഅ്ത വിവാഹം ഇന്നും നിലവിലുണ്ട്. പ്രധാനമായും ഇറാൻ, ഇറാഖ് പോലുള്ള ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ഷിയ സമൂഹങ്ങൾക്കിടയിലും ഈ ആചാരം ഇപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ ഈ സമ്പ്രദായത്തിന് ഒരുപാട് വിമർശകരുമുണ്ട്. വളരെ ഗൗരവമേറിയ ചില വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉയരുന്നത്. ഇതൊരു തരം നിയമവിധേയമാക്കിയ വേശ്യാവൃത്തിയാണെന്ന് പറയുന്നവരുണ്ട്. സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായി ഇത് ഉപയോഗിക്കപ്പെടുന്നുവെന്നും അവർക്ക് മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തുന്നത്? മുർത്ത വിവാഹത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒരു വ്യക്തിയുടെ സംരക്ഷിത മതപരമായ അവകാശമായിട്ടാണോ? അതോ ചില സാമൂഹിക സാഹചര്യങ്ങളിലെ ഒരു പ്രായോഗിക പരിഹാരമായിട്ടാണോ? അതുമല്ലെങ്കിൽ ചൂഷണത്തിന് വഴിവെക്കുന്നൊരു സമ്പ്രദായം മാത്രമാണോ ഇത്? സത്യം പറഞ്ഞാൽ ഇതിനൊരൊറ്റ ഉത്തരമില്ല. ഓരോരുത്തരും ഇതിനെ നോക്കിക്കാണുന്ന രീതി തികച്ചും വ്യത്യസ്തമായിരിക്കും.